കിള്ളി തന്നവർക്ക് അള്ളിക്കൊടുക്കുവാൻ തക്കവണ്ണം നിൻ്റെ കരങ്ങളെ എൻ്റെ യേശു നിറയ്ക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന, നിങ്ങളുടെ എക്സ്പീരിയൻസിനെ മാറ്റുന്ന ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വയ്പ്പാനും വഴിക്കു വേണ്ടി ആഹാരം അവർക്ക് കൊടുപ്പാനും യോസേഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. ഒരുത്തൻ കൽപ്പിക്കുന്നു, കൽപ്പന കേട്ടവർ അതങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുന്നു. ഒരല്പം പശ്ചാത്തലം എന്താണ്? യോസേഫിൻ്റെ പശ്ചാത്തലം അറിയാത്തവരല്ല നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞ ദൂത് ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ ആദ്യ ഭാഗം തെറ്റിപ്പോയല്ലോ. ആദ്യ ഭാഗം വിടാം. രണ്ടാം ഭാഗം എന്താണ്? അള്ളി കൊടുക്കുവാൻ തക്കവണ്ണം. വായിച്ചോ വാക്യത്തിൽ അതുണ്ട്, അള്ളി കൊടുക്കുക. അവരുടെ ഒഴിഞ്ഞ ചാക്ക് നിറയെ മാത്രമല്ല, അവരുടെ വഴിച്ചെലവിന് വേണ്ടതും പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. മീൻസ് പ്രതിഫലം വാങ്ങാതെ അള്ളി കൊടുക്കുക, നിറയെ കുത്തി കോരി കൊടുക്കുക. സ്തോത്രം. ദൂത് ഏറ്റെടുക്കാൻ റെഡിയാണോ? അവരുടെ കണ്ണ് തള്ളും വിധത്തിൽ, അവരുടെ കണ്ണ് തള്ളും വിധത്തിൽ നീ നിറയെ കൊടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ചിലരുടെ കണ്ണ് തള്ളും വിധത്തിൽ, ചിലർ അന്തം വിടും വിധത്തിൽ നീ കൊടുക്കുവാൻ പോകുക. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെന്നില്ലാത്തവളെന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞവളുടെ, നിന്നെപ്പോലൊന്നിനെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവരുടെ കണ്ണ് തള്ളും വിധത്തിൽ നീ അള്ളിക്കൊടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് മക്കളെ അവിധത്തിൽ പ്രാധാലമ കണക്ക് നോക്കാതെ, യേശുവിൻ നാമത്തിൽ കണക്ക് നോക്കാതെ അളവില്ലാതെ നീ കൊടുക്കുവാൻ പോകുക. നിന്നെ അങ്ങനെ കൊടുക്കുന്നവനാക്കി. അർത്ഥം സ്തോത്രം. ആ പഴയ മറന്ന വാക്കുകൾക്ക് എവിടെ മറന്നു പാസ്റ്ററേ? മറക്കാനുള്ളതാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. നീ ചിലത് മറക്കാൻ പോവുക. അവരുടെ പരിഹാസ വാക്കുകളെ മറക്കാൻ പോവുക. നിന്നെക്കുറിച്ച് പറഞ്ഞ എന്തിന്, നിൻ്റെ വീട്ടുകാരെക്കുറിച്ച്, നിൻ്റെ നീ പോലും കണ്ടിട്ടില്ലാത്ത നിൻ്റെ കുടുംബക്കാരെക്കുറിച്ച് പോലും പറഞ്ഞ വാക്കുകൾ ഉമിത്തി പോലെ ഉള്ളിൽ നീറുകയാണ്. അത് മറക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളെ നിറയ്ക്കുവാൻ പോകും. ആദ്യ ഭാഗം ഓക്കെയാണ്. അപ്പോൾ കിള്ളിക്കൊടുത്ത രണ്ടാമത്തെ ഭാഗം ഓക്കെ. അപ്പോൾ കിള്ളിക്കൊടുത്ത ആദ്യ ഭാഗമോ പാസ്റ്റർ? അവിടെയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചേ. ഈ യോസേഫിന് അന്ന് 10 സഹോദരന്മാരുണ്ട്. സഹോദരന്മാരുടെ ഇളയ സഹോദരനാണ്. ഈ സഹോദരന്മാരെ തേടി ഈ സഹോദരൻ യാത്ര ചെയ്യുന്നു. 37-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കാടും മേടുമൊക്കെ സഞ്ചരിച്ച് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ, വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ സഹോദരന്മാർക്ക് കൊടുക്കുവാൻ കുഞ്ഞനുജൻ യോസേഫ് പോവുകയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്താവും? ഈ സഹോദരന്മാർ ആയിരിക്കുന്നത് വെളിം പ്രദേശത്താണ്. അപ്പോൾ അവരവിടെ വീട്ടിൻ്റെ ചുറ്റുപാടുകളിൽ തൊടികളിൽ നട്ടു വളർത്തുവാൻ കഴിയാത്ത, ആൾപ്പാർപ്പ് അധികമില്ലാത്തിടത്ത് മാത്രമുള്ള സ്പെഷ്യലായ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും അല്ലേ? നമ്മുടേതല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആഹാരം നമുക്കിപ്പോഴും സ്പെഷ്യലാണ്. എൻ്റെ കണ്ണ് നിറയല്ലേ? ആ വിദേശത്തൊന്ന് വന്നാൽ അവർ ചിലത് കൊടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ കാത്തിരുന്നില്ലേ? ആമേൻ, സ്തോത്രം. സത്യമായിട്ട് എൻ്റെ കണ്ണും നിറയുന്നു കേട്ടോ. എൻ്റെ സഹോദരൻ ഗൾഫിലാണ്. ഞങ്ങൾ ശുശ്രൂഷയിലോട്ടൊക്കെ വന്ന സമയം, അപ്പോൾ അവൻ ഗൾഫിൽ പോയി നല്ല ഇതായി. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മ ചോദിക്കുക, നിനക്ക് എന്തൊക്കെ വേണോ? അവൻ ലീവിന് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയാമെന്നുള്ളത് ഈ പാൽപ്പൊടിയാണ്. പാൽപ്പൊടിയും വേറെ എന്തോ ഒരു കാര്യം, ഈ വില കുറഞ്ഞ സാധനം. കൂടിയതൊന്നും ചോദിച്ചില്ല, നമുക്കറിയാത്തുള്ളതിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഈ പലതുമുണ്ട്. നമ്മൾ വലിയൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വലിയ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോകും. ഇപ്പോഴില്ല, നേരത്തെ സമയത്ത്. അപ്പോൾ മെനു കാർട്ട് നമ്മുടെ കയ്യിലെടുത്ത് തരും. പാസ്റ്ററെ നിങ്ങൾ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യും. നമുക്ക് ആകെപ്പാട് അറിയാമെന്നുള്ളത് ബെറോട്ടയും ബിരിയാണിയും മാത്രമേ ഉള്ളൂ. വേറെ ഏതോ അന്യഗ്രഹ ജീവികൾക്കുള്ളതാണെന്ന് കരുതിയിരുന്നൊരു കാലം. എന്നത് മാറി. ആമേൻ. എൻ്റെ കർത്താവ് മാറ്റി. അപ്പോൾ ഇത് എൻ്റെ ഭാര്യ,
എൻ്റെ സഹോദരൻ്റെ അമ്മയോട്, എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഒരു മുളക്കമൊക്കെ മൂളിപ്പോയി. എൻ്റെ ഭാര്യ ഏറാൻ പറഞ്ഞു. ശരി, മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നു. അത് പാൽപ്പൊടിയൊക്കെ അവിടെ ഭയങ്കര വിലയാണ്. ഒന്നുമില്ല, വല്ല മുട്ടായി വല്ലതും ഒക്കെ ആണെങ്കിൽ അവൻ കൊണ്ടുവരും കേട്ടോ. എൻ്റെ ഭാര്യയുടെ മുഖം മാറി. ഞാനവിടെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇവിടെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാൽ വാങ്ങിച്ചല്ലേ ഉപയോഗിക്കുന്നത്, പിന്നെയാണോ ഈ പാൽപ്പൊടി? അപ്പോൾ അവൾ പറഞ്ഞു, എന്നാലും ചോദിക്കണ്ടായിരുന്നു. ചോദിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും സങ്കടം വരുമല്ലോ. അത് കഴിഞ്ഞു അവൻ വന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ നടയിൽ കൂടെയൊക്കെ 4-5 തവണ പോയി. അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ സഹോദരന്മാരെയൊക്കെ വിളിച്ച്, എൻ്റെ മകൻ്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളാണ്, അവർക്കൊക്കെ മുട്ടായികളും അതുമൊക്കെ കൊടുത്തു. ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ ചെറുക്കൻ പോയി സൈഡിലൊക്കെ നിന്ന് നോക്കി, ഒളിഞ്ഞു നോക്കി. എങ്കിലും അവൻ പ്രായത്തെ കവിഞ്ഞ ബുദ്ധിയുണ്ട്. കയ്യിലിരിപ്പ് അല്പം മോശമാണെങ്കിലും സങ്കടം തോന്നിക്കാണും, പിള്ളേരല്ലേ, എങ്കിലും പുറമേ ഒന്നും പറയത്തില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. ഞങ്ങളുടെ ഇല്ലായ്മയുടെ കാലത്ത് ആ ഇല്ലായ്മയ്ക്കൊപ്പം നിൽക്കുന്ന മകനായിരുന്നു കർത്താവ് ഞങ്ങൾക്ക് തന്ന മകനാണ്. ഇപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞതിനപ്പുറമായിട്ടുള്ളൊരു ഇഷ്ടങ്ങളൊന്നും അവൻ പുറത്ത് പറയത്തില്ല. ഇഷ്ടം പോലെ അവനുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും അവൻ പറയത്തില്ല. അതിനനുസരിച്ച് ഇളയ ഒരാളുണ്ട്. അവനെന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നത് വരെ കരയും. മൂത്ത പോലെ അങ്ങനെയല്ല. അപ്പോൾ അവൻ വന്നു. ഉള്ളിൽ അവൻ്റെ മുഖം കാണുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ അപ്പനും അമ്മയൊക്കെ അല്ലേ. അവൻ സങ്കടത്തോടെ വന്നു. അവൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്കും ഒത്തിരി സങ്കടമായി. ഞങ്ങൾ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ച വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ മതി. ഭയങ്കര ഒരു അവഗണന എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടം. അങ്ങനെ അവഗണിക്കപ്പെട്ട ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നീ ജനിച്ചു വളർന്ന ദേശത്തിൽ നിന്ന്, നീ വന്നു കയറിയ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി. നോ, നിന്നെ അവിടെ ദൈവം ആക്കിയിരിക്കുന്നത് അവിടെ നീ തീർന്നു പോകാനോ ഇട്ടിട്ടോടുവാനല്ലോ, അവിടെ നീ വളരുവാനോ, അവിടെ നീ മാനിക്കപ്പെടുവാൻ വേണ്ടിയാ, അവിടെ നീ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാ. ഷബറിധലമാ ഷെഖനെ, ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും ഗതിയില്ലാത്തവനെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കുന്ന ദേശത്ത് നിനക്കൊരു വളർച്ചയുണ്ട്. ചിലതിനൊക്കെ അള്ളിക്കൊടുക്കുവാൻ തക്കവണ്ണം നിൻ്റെ കരങ്ങളെ എൻ്റെ ദൈവം നിറയ്ക്കുക. അങ്ങനെ ഇത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ കുടുംബ വീട്ടിലോട്ട് കയറി പോകുന്നിടത്ത് പള്ളിയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മാസങ്ങൾ കഴിയുമ്പോൾ അതേ പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ പേസ്പോർട്ട് പെട്ടി, ഗൾഫിൽ നിന്ന് സാധനങ്ങൾ അയക്കുവാൻ കഴിയുന്ന അത്രയും തൂക്കത്തിനുള്ള, അന്നാണ് യഥാർത്ഥത്തിൽ ഗൾഫിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ ഒരു വിശ്വാസി ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നു. അവിടെ കൊണ്ടുവച്ചു. ഞങ്ങൾ പറഞ്ഞു വൈകുന്നേരം വരെ അവിടെ ഇരിക്കട്ടെ. ആ പെട്ടി അവിടെ മുഴുവൻ ചർച്ചാ വിഷയമായിരുന്നു. അതിനകത്ത് എൻ്റെ ഭാര്യ ചോദിച്ചതിലധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിക്കാത്തത്, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതും ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ, ചിലയിടങ്ങളിൽ ചിലരുടെ കൈ കുറുകിപ്പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചില കരങ്ങളെ നിവർത്തുമാറാക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നീ ലജ്ജിക്കപ്പെട്ടിടത്ത്, നിൻ്റെ കണ്ണ് നിറയുന്നിടത്ത്, നിൻ്റെ ചങ്ക് കത്തുന്നിടത്ത് എൻ്റെ ദൈവം ചിലത് നൽകി നിന്നെ മാനിക്കും. നീ ഉപയോഗിച്ചിട്ടില്ലാത്ത, എന്നാൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്നത് നൽകി എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. ഷബറിധലമാ ഷെഖനെ. അപ്പോൾ ഈ സഹോദരൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൊടുത്തു കാണും, എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണും. പക്ഷേ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ് എന്തായിരിക്കും? വലിഞ്ഞേറി വന്നിരിക്കുന്നു, വരാതിരുന്നെങ്കിൽ അത്രയും നന്നായി. ഏത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനർത്ഥം കൊടുത്തില്ലെന്നല്ല, കൊടുത്തു. പലരും തരുന്നുണ്ട്, വല്ല നക്കാപ്പിച്ചയൊക്കെ തന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അവർക്ക് കണക്ക് നോക്കാതെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളെ നിറയ്ക്കും, നിൻ്റെ മക്കളുടെ കരങ്ങളെ നിറയ്ക്കും. ഇന്ന് അവർക്ക് വേണ്ടി നീ എവിടെയൊക്കെ കൈ നീട്ടുന്നു, ആരുടെ മുമ്പിലൊക്കെ കൈകെട്ടി നിൽക്കുന്നുവോ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ തലമുറകളുടെ പോക്കറ്റിനെ നിറയ്ക്കും. ഷബറിധലമാ ഷെഖനെ. സഹോദരി, അതിന് തക്കവണ്ണമുള്ളൊരു നിറവ് നിൻ്റെ ഭവനത്തിനകത്തുണ്ടാകുവാൻ പോകുക. നിൻ്റെ തൊഴിൽ മേഖലയിൽ നിന്ന് അതിന് തക്കവണ്ണം ഒരു നിറവ്. ശുശ്രൂഷക, കർത്താവിന് വേണ്ടി നിൽക്കുന്ന സഹോദര, കേൾക്ക്, ആ നിറവ് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകുകയാണ്. അവർ മനസ്സിനകത്ത് വേറെ എന്തോ ചിന്തിച്ച് കൊടുത്താൽ നശിച്ചവനെന്ന് പറഞ്ഞ് അവർക്ക് ഒഴിഞ്ഞ ചാക്ക് നിറയെ കൊടുക്കുവാൻ തക്കവണ്ണം യോസേഫിനെ വർദ്ധിപ്പിച്ച ദൈവം. ആമേൻ. റെഡിയാണോ? ദിവസനിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. അതല്പം പാടല്ലേ? പാടല്ല. പ്രൈസർ ഫാമിലിക്കൊപ്പം അതിന് അവസരമുണ്ട്. അവിധത്തിൽ കരം നിറയുവാൻ, പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകുവാൻ, അക്കൗണ്ടിൽ നന്മയുണ്ടാകുവാൻ, കണക്ക് നോക്കാതെ കൊടുത്ത് പ്രതികാരം ചെയ്യുവാൻ
ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ 8:30 മണി വരെയുള്ള സമയത്ത്, രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്തും വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്തും വചന ശുശ്രൂഷയുണ്ട്. രാവിലത്തെ സെക്ഷൻ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് ഞാനായിരിക്കും നിങ്ങൾക്കൊപ്പം ലൈവിലുണ്ടായിരിക്കുന്നത്. പ്രാർത്ഥിച്ചു നമ്മളൊരു ദിവസം വചനം ശ്രവിച്ച് ആരംഭിക്കും. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ശുശ്രൂഷിച്ച് ലീഡ് ചെയ്യും. ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്ത് നോക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ. സഭ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്റർ. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗാണ്. സഹോദരന്മാർ ക്ഷമിക്കുക. സഹോദരിമാർക്ക് കടന്നു വരാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാറി നിന്ന് കരഞ്ഞ അനുഭവങ്ങൾക്ക് അറുതി വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുക. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്ത് നോക്ക്. ബ്ലെസ്സിംഗ് ആയിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ, വരാൻ പറ്റാത്തവർ കമൻറ്റ് ചെയ്താൽ ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന, നേരിട്ട് വരാം. ലൈവ് സ്ട്രീമുണ്ട്. 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്ട് ചെയ്തോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഗതികെട്ടവരെന്ന്, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് ഒഴിവാക്കി ഓടിച്ചു വിട്ടവരുടെ മധ്യത്തിൽ അവർക്ക് കണ്ണു തള്ളും വിധത്തിൽ കൊടുക്കുവാൻ ഇവരുടെ കരങ്ങളിൽ സ്വർഗ്ഗം അങ്ങ് നിറവ് കൽപ്പിക്കണമേ. ഇവരുടെ ശൂന്യതകളും ഇല്ലായ്മകളും മാറട്ടെ, അങ്ങ് വർദ്ധിപ്പിക്കണമേ. അപ്പോൾ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, പേഴ്സിലെ ശൂന്യത മാറട്ടെ, കരങ്ങളിലെ ശൂന്യത മാറട്ടെ. ഇവർ അധികം പ്രാപിക്കുന്ന ദിവസങ്ങളായി ഇവർക്ക് മുമ്പിലുള്ള ദിവസങ്ങൾ മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. യേശുവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ധാരാളം സമൃദ്ധിയായി സമ്പാദിക്കുവാൻ തക്കവണ്ണമുള്ള ജോലികളെ നൽകി മാനിക്കണം. തൊഴിലിടത്തിൽ വരെ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലെ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധങ്ങളും വഴിഞ്ഞു മാറട്ടെ. രോഗാത്മാവ് വിട്ടുമാകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ബാങ്ക് നടപടികൾക്ക് തീർപ്പുണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു. വഴികൾ തുറക്കണമേ. സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും വഴിയട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ മാറിപ്പോകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. അപ്പോൾ ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്വത്തിനായി സ്വർഗ്ഗം അവരെ പ്രയോജനപ്പെടുത്തും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ പകൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.